മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഇഷ്ടമാവാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും വളരെ പെട്ടെന്ന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാറുണ്ട്. ചിലരുടെ ലുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കണ്ടിട്ട് അവരുടെ ക്യാരക്ടർ മുഴുവൻ കുഴപ്പമാണെന്നുള്ള കണ്ടെത്തലുകളൊക്കെ ചില സമയത്ത് നമ്മൾ നടത്താറുണ്ട്. ഇതിനെ സൈക്കോളജിയിൽ ഹോൺ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഹാലോ ഇഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഹോൺ ഇഫക്റ്റ്. അതായത് ഹാലോ ഇഫക്റ്റിൽ ഒരു നല്ലത് കണ്ടിട്ട് കംപ്ലീറ്റ് നല്ലതാണെന്ന് പറയുമ്പോൾ ഹോൺ ഇഫക്റ്റിൽ ഒരു നെഗറ്റീവ് കണ്ടിട്ട് ഫുള്ള് നെഗറ്റീവ് ആണെന്ന് കരുതുന്നു. ക്ലാസ് റൂമിലൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ് റൂമിലിരുന്ന് വർത്തമാനം പറഞ്ഞു എന്ന് കരുതുക. ടീച്ചർ ആ കുട്ടിയെ ശകാരിക്കുന്നു. ആ കുട്ടി തിരിച്ച് ടീച്ചറിനോട് സൗണ്ട് ഉയർത്തി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇവിടെ ചില അധ്യാപകർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഈ ഒരു ഒറ്റ ഇൻസിഡന്റിന്റെ പേരിൽ ആ കുട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കും. അഹങ്കാരി, പഠിക്കാൻ കഴിവില്ലാത്തവൻ, ബഹുമാനമില്ലാത്തവൻ തുടങ്ങി ആ കുട്ടിയുടെ കംപ്ലീറ്റ് ക്യാരക്ടറിനെ പറ്റി ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. ഇതൊരു ഹോൺ ഇഫക്റ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യമായിട്ടാണ് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ആ കുട്ടി ഏത് മാനസികാവസ്ഥയിലാണ്? ഈ പ്രായത്തിൽ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണോ, അതിലൂടെയൊക്കെ തന്നെയാണോ ആ കുട്ടി കടന്നു പോകുന്നത്? അതിന് വീട്ടിലോ അല്ലെങ്കിൽ സഹപാഠികളുടെ ഇടയിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അത്തരം ഇഷ്യൂസ് കാരണമായിരിക്കുമോ ഈ കുഞ്ഞിങ്ങനെ റിയാക്ട് ചെയ്ത് പോയത്? ഇങ്ങനെ ഒന്നും ഈ അവസരത്തിൽ അവർ ചിന്തിക്കാറില്ല. അപ്പോൾ ഒരു ഇൻസിഡന്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരു കുട്ടിയെ മൊത്തത്തിൽ നെഗറ്റീവ് ആക്കി കളയുന്നു. ഇത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ലോങ് ടേം ആയിട്ട് ബാധിക്കപ്പെട്ടേക്കാം. ഇത് എല്ലാ അധ്യാപകരുടെയും കാര്യമല്ല. കുട്ടികളെ നന്നായി മനസ്സിലാക്കി ചേർത്ത് നിർത്തുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അധ്യാപകർക്കിടയിൽ ഇങ്ങനെയും ചില ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുന്നു. അയാള് നമ്മളോട് കുറച്ച് ഓക്വേർഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ തന്നെ നമ്മളൊരു ജഡ്ജ്മെന്റിൽ എത്തി. എന്താണ്? അയാൾ ഒരു ബോറിംഗ് ക്യാരക്ടറാണ്, ആൾക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, ആൾ അത്ര പോരാ. മേ ബി ആ ദിവസം അയാൾ ഓക്കെ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് അയാളുടെ ഹോൾ ക്യാരക്ടറിനെ ആ രീതിയിൽ അസ്യൂം ചെയ്യുന്നത് ഒരു കൊഗ്നിറ്റീവ് ബയാസ് ആണ്. ഇമാജിൻ ചെയ്തു നോക്കൂ, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, അതിന്റെ പേരിൽ മറ്റൊരാൾ നമ്മളോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി നിങ്ങൾക്കില്ല. ഇത് നമ്മൾ കേൾക്കുകയാണ്, എന്തോരം പ്രയാസം തോന്നും അല്ലേ? എല്ലാ മനുഷ്യർക്കും നല്ലതും ചീത്തയുമായിട്ടുള്ള ട്രൈറ്റ്സ് ഉണ്ട്. ഒരു സിംഗിൾ എലമെന്റിന്റെ പേരിൽ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകാതിരിക്കുക. ചില സമയത്ത് നമ്മൾ നടത്തുന്ന തെറ്റായ ഒരു ജഡ്ജ്മെന്റ് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തെ അത്രമേൽ ആഴത്തിൽ ബാധിക്കുന്ന ഒന്നാകാം. ചുറ്റുമുള്ള മനുഷ്യരെ കുറച്ചുകൂടി എംപത്തറ്റിക്കായി നോക്കിക്കാണാൻ ശ്രമിക്കാം. താങ്ക് യു.